സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നടക്കാൻ പോകുന്ന മൾട്ടിവേഴ്സൽ ലെവൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമുക്കൊരു ഹിന്റ് വരുന്നുണ്ട്. അതിനു മുമ്പ് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സിനിമ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തുടങ്ങുന്നത് നെഡ് ക്രിയേറ്റ് ചെയ്ത സ്പൈഡി ട്രാക്കർ ഡിവൈസ് കാണിച്ചുകൊണ്ടാണ്. ആദ്യം ട്രാക്കറിൽ കാണിക്കുന്നത് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഇപ്പോഴും ന്യൂയോർക്കിൽ ഉള്ളതുപോലെയാണ്. പക്ഷെ പെട്ടെന്ന് ആ ട്രാക്കർ ഗ്ലിച്ച് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് ട്രാക്കർ സ്ലോലി സൂം ഔട്ട് ചെയ്തിട്ട് സ്പേസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അവിടെയാണ് ഒരു വലിയ റിവീൽ നടക്കുന്നത്. എന്താന്ന് വെച്ചാൽ സ്പേസിൽ രണ്ടാമതൊരു സ്പൈഡർമാന്റെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ആരാണ് ആ രണ്ടാമത്തെ സ്പൈഡർമാൻ? ഒരു അൺലൈക്ലി പോസിബിലിറ്റി എന്താന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ മൈൽസ് മൊറാലസ് ആവാൻ ചാൻസ് ഉണ്ട്. പലരും ഇത് മൈൽസ് മൊറാലസ് ആണെന്ന് പറയാനുള്ള കാരണം ഈ ആപ്പ് ഗ്ലിച്ച് ചെയ്യുമ്പോൾ ആ ഗ്ലിച്ച് ചെയ്യുന്ന സ്റ്റൈല് സ്പൈഡർവേഴ്സിലെ ആ ഒരു ഗ്ലിച്ചിങ് സ്റ്റൈലാണ്. ഒരുപക്ഷെ ഈ ഒരു രീതിയിലായിരിക്കാം ഡൂംസ്ഡേക്കും സീക്രട്ട് വാർസിന് ശേഷം മൈൽസ് മൊറാലസിനെ നമ്മളുടെ MCUവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇതാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇത് ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ ആണെന്നാണ്. ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ടോബി മഗ്വയർ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഉണ്ട് എന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പൊതുവെ ഒരു സംസാരമുണ്ട്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേന്റെ സെൻട്രൽ കോൺസെപ്റ്റ് മൾട്ടിവേഴ്സ് ആണ് നമുക്കറിയാം. ഒരു ഇൻകേർഷൻ സംഭവിക്കുമ്പോൾ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ രണ്ട് യൂണിവേഴ്സും ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം എക്സ്മെൻ യൂണിവേഴ്സും ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സും ഈ മൾട്ടിവേഴ്സൽ ഫൈറ്റിൽ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ യൂണിവേഴ്സും ഇതിന്റെ ഭാഗമാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ യൂണിവേഴ്സ് ഡിസ്ട്രോയ്ഡ് ആയി ടോബി മഗ്വയർ എങ്ങനെയോ നമ്മളുടെ മെയിൻ MCU യൂണിവേഴ്സിൽ അറിയാതെ പെട്ടുപോയി കാണും. അതായിരിക്കാം നമ്മൾ ബ്രാൻഡ് ന്യൂ ഡേയിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ട രണ്ടാമത്തെ സ്പൈഡർമാൻ സിഗ്നൽ. സോ ഇതൊക്കെയാണ് എനിക്ക് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ കുറിച്ച് പറയാനുള്ളത്. ചിലപ്പോൾ ഇതിന് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ റീബൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതെന്താന്ന് റിവീൽ ആവാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ആ രണ്ടാമത്തെ സ്പൈഡർമാൻ ലോഗോ എന്താണെന്നാണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.